നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ചൂടേറ്റ് സുരക്ഷിതത്വം കൊതിക്കുന്ന പെൺകുട്ടി. പക്ഷിക്കുഞ്ഞ് തള്ളപ്പക്ഷിയുടെ ചിറകിൻ കീഴിൽ അഭയം കണ്ടെത്തുന്നത് പോലെ നിഷ്കളങ്കയും സാധുവുമായ ഈ പെൺകുട്ടിയാണോ ഞാൻ ശത്രുവായി കാണുന്നത്? ഈ പച്ച പാവത്തിനാണോ ഞാൻ ശത്രുവായി കാണുന്നത്? വേക്കൻസി ഡെലിവറി നമ്മളെ കൃത്യമായി ചെയ്തിട്ടുണ്ടാവില്ല. പരീക്ഷയുടെ പേരും പറഞ്ഞ് ബിസിനസ് ആകെ തകിടം മറിച്ചോണ്ടിരിക്കുക. ഡെലിവറിയുടെ കാര്യം എന്തായി? ഡെലിവറി എല്ലാം കൃത്യമായി ചെയ്തു തീർത്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോ നാളത്തെ പരീക്ഷയ്ക്ക് പഠിക്കാനായിരിക്കും ഇത്ര നേരത്തെ വന്നത്? അല്ല, നാളത്തെ പരീക്ഷ വളരെ ഈസിയാ. അതിനി പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഏട്ടാ. ഏട്ടനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനാ ഞാൻ നേരത്തെ വന്നത്. ഏട്ടന്റെ ജോലി തിരക്കും എന്റെ പരീക്ഷാ തിരക്കും കൂടിയാവുമ്പോ ഏട്ടനോട് സ്വതന്ത്രമായി ചെലവഴിക്കാൻ സമയം കിട്ടുന്നില്ല. ഇന്ന് ഏട്ടൻ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോഴാ ജോലിയൊക്കെ തീർത്ത് ഞാൻ നേരത്തെ വന്നത്. പക്ഷേ നീ ആത്മാർത്ഥമായിട്ടാണോ ഇതൊക്കെ പറയുന്നത്? എന്താ ഇത്ര സംശയം? ഏട്ടന്റെ അടുത്തിരിക്കുമ്പോഴുള്ള സംതൃപ്തിയും സുരക്ഷിതത്വവും എനിക്ക് ഈ ലോകത്ത് മറ്റൊരിടത്തുനിന്നും കിട്ടില്ല. എന്റെ സ്വപ്നങ്ങളുടെ കാവലാളാ എന്റെ ഏട്ടൻ. എന്റെ ചൂടേറ്റ് സുരക്ഷിതത്വം കൊതിക്കുന്ന പെൺകുട്ടി. പക്ഷിക്കുഞ്ഞ് തള്ളപ്പക്ഷിയുടെ ചിറകിൻ കീഴിൽ അഭയം കണ്ടെത്തുന്നത് പോലെ നിഷ്കളങ്കയും സാധുവുമായ ഈ പെൺകുട്ടിയാണോ ഞാൻ ശത്രുവായി കാണുന്നത്? ഈ പച്ച പാവത്തിനാണോ ഞാൻ ശത്രുവായി കാണുന്നത്? വർഷ, വർഷ, വർഷേ, എന്താണോ ഇത്? നിനക്കിത് എന്തു പറ്റി? ഈ ദേഹത്ത് തൊടുമ്പോ, ഈ മാറത്തെ ചൂടേൽക്കുമ്പോ വല്ലാത്ത സുഖം. എനിക്ക് ആരോ ഉണ്ടെന്നുള്ള ആശ്വാസം. എന്നെ ധിക്കരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പോയപ്പോ നിന്നോട് എനിക്ക് കടുത്ത ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ നീ പഠിക്കണം വർഷ. പരീക്ഷ നന്നായി എഴുതുകയും വേണം. നീ എന്നെ കാണുന്നത് പോലെ എനിക്കും നീയാണ് ലോകം.
ഈ ബുക്കൊക്കെ ആരുടെ കണ്ടുപിടിച്ചത്? എടാ മിഥുനെ, ഏ? ഈ കിരികിരാന്ന് ഇങ്ങനെ എഴുതി വെക്കുന്ന സമയം വേണ്ടല്ലോടാ, അതൊന്ന് വായിച്ചു നോക്കാൻ. ഈ കോപ്പിയുടെ ശീലം നല്ലതല്ല കേട്ടോ. പിന്നെ നിന്റെ ഉപദേശത്തിന്റെ കുറവേ ഉള്ളൂ. 10-20 ചോദ്യങ്ങൾ ഉത്തരമേ ഞാൻ എഴുതി വെക്കുന്നുള്ളൂ. പരീക്ഷ കടന്നുകൂടാ, അത് മതി. ഈ ഉപദേശിക്കുന്ന നിന്റെ പക്കലും കാണുമല്ലോ കുറെ തുണ്ടുകൾ. നീ പോടാ. നിന്നെ പിടിച്ചെന്ന് കുടഞ്ഞാ ചുരുങ്ങിയത് 1 കിലോ തുണ്ടെങ്കിലും പൊഴിഞ്ഞു വീഴുമല്ലോ. ജയിക്കാൻ മാത്രമുള്ള തുണ്ടെഴുത്താണ് പോലും. എടി, ഈ തുണ്ടെഴുതാനും വേണം ഒരു കഴിവ്. സാറന്മാരുടെ കണ്ണ് വെട്ടിച്ച് നമ്മൾ തുണ്ടെടുക്കുന്നു. ചോദ്യ പേപ്പറിനും ആൻസർ ഷീറ്റിനും ഇടയിൽ ആര് കാണാതെ തുണ്ട് വയ്ക്കും. നോക്കി എഴുതുന്നതിനനുസരിച്ച് ആൻസർ ഷീറ്റും ക്വസ്റ്റ്യൻ പേപ്പറും സൈമൾട്ടേനിയസ് താഴോട്ട് നീക്കും. എഴുതി കഴിഞ്ഞ തുണ്ടുകൾ മാറ്റി വെക്കാൻ വേണ്ടി വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഒഴിച്ചിടണം. അതായത് നമ്മുടെ പോക്കറ്റ്സ്. ഇല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ തുണ്ടുകൾ വീണ്ടും എടുത്തു നോക്കി വെറുതെ സമയം കളയേണ്ടി വരും. അറിയാലോ? വേണമെങ്കിൽ എന്റെ തുണ്ടുകൾ കണ്ടോ? എങ്ങനെയുണ്ട്? മനസ്സമാധാനത്തോടെ ഇരുന്ന് അടിപൊളിയായിട്ട് എക്സാം എഴുതിക്കോ മോളെ. ആ പിന്നെ ഈ പാക്കറ്റുകളുടെ ഡീലിംഗ് നടക്കും. വിദ്യാഭ്യാസത്തിനോടൊപ്പം മാർക്കറ്റിംഗും കൃത്യമായി നടന്നിരിക്കണം. അതാണ് എന്റെ ലക്ഷ്യം. എക്സാം എഴുതിയില്ലെങ്കിലും ഏട്ടനെ ഏൽപ്പിക്കുന്ന പ്രോഡക്ട്സ് മുഴുവൻ ഞാൻ മാർക്കറ്റ് ചെയ്യും. എന്താ അതുപോരെ? മതി. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വർഷേ, ഐ ലവ് യു. ലവ് യു ടു. എന്താ ഇത്? കോളേജാ? ആരെങ്കിലും നോക്കും? ഏയ്, അതൊന്നും സാരമില്ല. എന്താ വർഷേ? തന്നത് തിരിച്ചു തരാൻ വന്നതാ. എന്ത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.